കൊലക്കേസിൽ പിടിച്ച ഒരു പ്രതി പറഞ്ഞത് 14 കൊല്ലം കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങി പോരുമല്ലോ. അതായത് ഒന്നും ഇനഫല്ല. ഇനി നിയമങ്ങളാണെങ്കിൽ പോലും പാലിക്കപ്പെടുന്നില്ലെങ്കിൽ സാരമില്ല, ഒരു ചെറിയ റോഡ് നിയമം ആയിക്കൊള്ളട്ടെ, അതുപോലും പോകുമ്പോൾ സാരമില്ല. ഒരു ആറ്റിറ്റ്യൂഡ് മാക്സിമം എന്ത് ശിക്ഷ കിട്ടും എന്നുള്ളതിൽ നിന്നല്ലേ വരുന്നേ എന്നുള്ളൊരു ചിന്ത. എൻ്റെ അതിൽ 2 ഭാഗമുണ്ട്. ഒന്ന് ചിലർക്ക് തോന്നുന്നത് അപ്പം തന്നെ അവിടെ വെച്ച് തന്നെ വധശിക്ഷ കൊടുക്കേണ്ടതല്ലേ എന്ന് തോന്നുന്ന ചില അനുഭവങ്ങൾ ഉണ്ടായെന്ന് വരാം. പക്ഷെ നമ്മുടെ നീതിന്യായ സംവിധാനം 1000 കുറ്റവാളി രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ 14 വർഷം കഴിഞ്ഞ് ഇറങ്ങുമല്ലോ എന്ന് പറയുന്നാൽ 14 വർഷം കഴിഞ്ഞ് അതേ മാനസികാവസ്ഥയിലാണ് ഇറങ്ങുന്നതെങ്കിൽ നമ്മുടെ സംവിധാനത്തിന് കുറവുണ്ടെന്നുള്ളതാണ്. ജയിലുകൾ ചെയ്യുന്നത് ഒരു വ്യക്തിയെ മെച്ചപ്പെടുത്തി പരിഷ്കരിച്ചെടുക്കലാണ്, തിരുത്തി എടുക്കലാണ്. അതിനെങ്ങനെ ജയിലുകളെ മാറ്റാമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ പണ്ട് തുറന്ന ജയിൽ സംവിധാനം പലതരത്തിലുള്ള ആളുകളുണ്ടാവും. ഒന്ന് സൈക്കോ പ്രശ്നങ്ങളുള്ളവരുണ്ടാവും, ബോൺ ക്രിമിനൽസ് ഉണ്ടാവും, പിന്നെ ഒരു സാഹചര്യത്തിൽ മാത്രം കുറ്റം ചെയ്ത ആളുണ്ടായിരിക്കാം പെട്ടെന്ന് അതിൻ്റെ ഭാഗമായി. ഇങ്ങനെയുള്ള വേർതിരിവുകളിലൂടെ ഒരു വ്യക്തിയെ മനസ്സിലാക്കി അയാളെങ്ങനെ തിരുത്തി കൊണ്ടുവരാൻ കഴിയും. കാരണം നമുക്ക് എടുക്കാൻ കഴിയുന്ന ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല.